കാഴ്ചയുടെ ലോകത്തിന് കരുത്തേകാൻ നേത്രജ്യോതി ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക സൗകര്യങ്ങളോടും നവീന ചികിത്സാ സാങ്കേതിക വിദ്യകളോടും കൂടി കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ബസ് സ്റ്റാൻഡിന് സമീപം ആരംഭിച്ച നേത്രജ്യോതി കണ്ണാശുപത്രി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് എന്നിവർ സന്നിഹിതരായിരുന്നു. നേത്രജ്യോതി ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർമാരായ സനീഷ് കുമാർ, സജീവ് കുമാർ, ജെയ്മോൻ ജോർജ് എന്നിവരാണ് സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത്. രോഗികൾക്ക് ലോക നിലവാരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ ചികിത്സ, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നിവയ്ക്ക് ഉൾപ്പെടെ വിവിധ നേത്ര ചികിത്സാ രീതികൾ ലഭ്യമാണ്. ഫ്രെയിമുകളും പുതിയ സാങ്കേതിക വിദ്യയുള്ള ലെൻസുകളുമുള്ള ആധുനിക ഒപ്റ്റിക്കൽ ഷോപ്പ്, ഹാർഡ്, സോഫ്റ്റ്, ടാറിക് കോൺടാക്ട് ലെൻസുകളും കെരട്ടോണോകോണസിനുള്ള റോസ്കെ ലെൻസും ഘടിപ്പിക്കുന്നതിനുള്ള സൗകര്യം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, നേത്രരോഗങ്ങൾക്കുള്ള എല്ലാ മരുന്നുകളും ലഭ്യമായ ഫാർമസി എന്നീ സൗകര്യങ്ങളുണ്ട്. ഏറ്റവും മികച്ച പരിചരണം രോഗികൾക്ക് നൽകാൻ സമർപ്പിതരായ, ഉയർന്ന വൈദഗ്ധ്യമുള്ള, പരിചയസമ്പന്നരായ നേത്രരോഗ വിദഗ്ധർ, ഓപ്റ്റോമെട്രിസ്റ്റുകൾ, സപ്പോർട്ട് സ്റ്റാഫ് എന്നിവരുടെ സേവനവുമുണ്ട്. ദിവസവും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. തിരിച്ചു പോകേണ്ടതുള്ള കാര്യങ്ങളുണ്ട്. ഔപചാരികമായിട്ടുള്ള ചടങ്ങുകൾക്കുണ്ടാതെ ഏറ്റവും സന്തോഷപൂർവ്വം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആശംസിക്കുക ചുമതല മാത്രമേ ഉള്ളൂ. കൊടകരയിലെ നേത്രജ്യോതിയുടെ ഐ ഹോസ്പിറ്റൽ ഞങ്ങളെല്ലാം വിഭാഗത്തോടെയും സന്തോഷത്തോടെയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ കൊടകരയിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങളും വരുമ്പോൾ അത് ഈ നാടിനൊരു വലിയ മുതൽക്കൂട്ടാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും, നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, നമുക്ക് ജനങ്ങൾക്ക് നല്ല സേവനങ്ങൾ ലഭിക്കും. ഞാൻ ഒഫീഷ്യൽ വോട്ടർ ടാക്സിലേക്ക് നീങ്ങുവാണ്. നല്ല ടാക്സ് പറയാനുള്ളത് നമ്മുടെ മിനിസ്റ്റർ കെ രാജൻ സാറിനോടാണ്. ഞങ്ങൾ മണ്ണുത്തി പോയിട്ട് സാറിനെ വിളിക്കാൻ ചെന്നപ്പോൾ സാറിനെ വിളിച്ചിരുത്തിയിട്ട് എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, എന്ത് സ്പെഷ്യാലിറ്റി ഉണ്ട്, എവിടെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചു. ശരിക്കും ഞങ്ങൾക്ക് അത് കിട്ടിയത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത്.